മക്കൾക്ക് വേണ്ടി എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ആലോചിച്ച് നോക്കാം. അവരുടെ ജീവിതത്തിന് വേണ്ടി എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഉരുകിത്തീരുന്ന മെഴുകുതിരികൾക്കൊപ്പം ഉരുകിത്തീരുന്ന ഹൃദയവേദനയോടുകൂടെ നമ്മൾ അവർക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു നിമിഷവും കളയാതെ അവർ പരീക്ഷയ്ക്കിരിക്കുമ്പോൾ നമ്മൾ പള്ളിയിൽ പോയിരിക്കും. അവര് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ തിരുഹൃദയ നടയിലിരുന്ന് പ്രാർത്ഥിക്കും. അവര് ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നെഞ്ചുരുകും. പക്ഷെ എപ്പോഴാണ് അവരുടെ ഉള്ളിൽ ഇങ്ങനെ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളതെന്ന് ആലോചിച്ചു നോക്കി. അങ്ങനെയുള്ള മക്കളില്ലാതെ പോകുന്നതിന്റെ കാരണം അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാത്ത മാതാപിതാക്കൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് ഇന്നത്തെ തിരുനാളും സുവിശേഷവും നമ്മളോട് പറഞ്ഞു തരും. കാവൽക്കാർ ഉറക്കമായപ്പോ ശത്രു വന്ന് കളവിതച്ചതാ. ഉറക്കമിളച്ചിരുന്ന് കാത്തു സൂക്ഷിക്കേണ്ട നിധികളാണ് ഞങ്ങളുടെ മക്കളെന്ന് ഞങ്ങൾ എന്തുകൊണ്ടോ എപ്പോഴൊക്കെയോ മറന്നുപോയിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഇന്ന് മക്കളെ സമർപ്പിക്കുമ്പോൾ ഒപ്പം വലിയൊരു പ്രാർത്ഥന കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കൊടുക്കണം. കർത്താവ് ഇവരുടെ ചുറ്റുമിങ്ങനെ പ്രാർത്ഥനയുടെ കോട്ട കെട്ടി അവരെ സംരക്ഷിച്ചു നിർത്താൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. ഉള്ള നിറച്ച് ക്രിസ്തുവായി ജീവിക്കുന്ന മക്കളെ രൂപപ്പെടുത്താനുള്ള ഞങ്ങളുടെ നിയോഗങ്ങളെ മറന്നു പോകാതിരിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ ജോവാക്യമും വിശുദ്ധ അന്നാമ്മയും പരിശുദ്ധ മാതാവിനെ കണക്കൊരു മകളെ ഈശോയ്ക്ക് വേണ്ടി ഒരുക്കിയെടുത്തത് എങ്ങനെയാണോ അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ കുഞ്ഞുങ്ങളെയും ഈശോ ഉള്ളിൽ നിറച്ച് ജീവിക്കുന്ന മക്കളായി ജീവിക്കാൻ വേണ്ട ഒരുക്കം കൊടുക്കാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് ഇന്ന് ആശീർവാദത്തിനായിട്ടാണ് ഇന്ന് സമയം. മാതാപിതാക്കൾ എന്ന നിലയിൽ അങ്ങ് ആഗ്രഹിക്കുന്നത് അവരുടെ ഉള്ളിലേക്ക് അങ്ങയെ കൊടുക്കാനാണല്ലോ, സുവിശേഷം കൊടുക്കാനാണല്ലോ, സ്വർഗത്തെ കൊടുക്കാനാണല്ലോ. ഞങ്ങളത് മറന്നുപോയിട്ടുണ്ട് തമ്പുരാനെ. അപ്പനെയും അമ്മയെയൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മക്കള് കരം കൂപ്പി പ്രാർത്ഥിക്കുന്ന ഇവരുടെ പ്രാർത്ഥന കൊണ്ടാണ്, ഇവരുടെ തിരുത്തലുകൾ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയതെന്ന് ഏതൊരു വലിയ അവസ്ഥയിൽ നിന്ന് പോലും കൃതജ്ഞതയോടുകൂടെ അപ്പനെ അമ്മയെ കുറിച്ച് ഓർക്കുന്ന വിധത്തിൽ അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ആശീർവാദത്തിന് അണയാം, അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാം.